Hello and welcome to my channel. So, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. സോ ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ഒരു മാൻഡേറ്ററി ക്വസ്റ്റ്യൻ ആണ് നമ്മൾ CMA ഫൗണ്ടേഷൻ ആവട്ടെ CMA ഇന്റർലം ആവട്ടെ. ഇപ്പൊ ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റിൽ വരുന്ന എല്ലാ എൻട്രീസും നമ്മൾ ഏത് ഒരു 4 ലോജിക്കൽ സെക്ഷൻസിലായിട്ട് നമുക്ക് പിരിക്കാം. സോ നമ്മളിപ്പോ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ദ ഫസ്റ്റ് എൻട്രി ദാറ്റ് വി ആർ ഗോയിങ് ടു സീ is payment entry in cash book, not in bank. നമ്മൾ ഒരു പേയ്മെന്റ് എൻട്രി ഇട്ടു, ക്യാഷ് ബുക്കിൽ ഇട്ടു, പക്ഷെ ബാങ്കിൽ ആ പേയ്മെന്റ് ഇനി ക്ലിയർ ആയിട്ടില്ല. അങ്ങനെ വരുമ്പോ നമുക്ക് ആ എൻട്രി നമ്മുടെ ക്യാഷ് ബുക്കിൽ നമ്മളെ പൈസ കുറച്ച് കഴിഞ്ഞു, പക്ഷെ ബാങ്കിൽ ഇനിയും ആ എമൗണ്ട് കുറഞ്ഞിട്ടില്ല. അപ്പൊ ഇപ്പൊ നമ്മൾ ബാങ്കുമായിട്ട് മാച്ച് ചെയ്യുമ്പോൾ ആ എൻട്രീനെ നമ്മൾ റിവേഴ്സ് ചെയ്യണം. നമ്മൾ ഇട്ട എൻട്രീനെ റിവേഴ്സ് ചെയ്യണം. സോ നമ്മൾ ആദ്യം പേയ്മെന്റ് ചെയ്യുമ്പോൾ മൈനസ് ചെയ്താണ്, ഇപ്പൊ നമ്മൾ അത് പ്ലസ് ചെയ്യുന്നു. പേയ്മെന്റ് എൻട്രി ഇൻ ബാങ്ക്, നോട്ട് ഇൻ ക്യാഷ് ബുക്ക്. ഒരു പേയ്മെന്റ് എൻട്രി ബാങ്ക് ചാർജസ് ഓട്ടോ ഡെബിറ്റ് ആയിട്ട് നമ്മുടെ ബാങ്കിലെ എമൗണ്ട് കുറയും, നമ്മുടെ ബാങ്കിന്റെ ബാലൻസ് കുറയും. പക്ഷെ നമ്മൾ ബാങ്ക് റിക്കൺസിലിയേഷൻ ചെയ്യുമ്പോഴായിരിക്കും ആ എൻട്രി നോക്കുന്നത്. അങ്ങനത്തെ എൻട്രി നമ്മൾ ആക്ച്വൽ ആയിട്ട് ഇപ്പൊ ക്യാഷ് ബാലൻസ് കുറയ്ക്കണം. സോ മൈനസ് ചെയ്യണം. Now, receipt entry made in cash book, not in bank book. നമ്മൾ ഒരു റെസീറ്റ് എൻട്രി ഇട്ടു, അത് ക്യാഷ് ബുക്കിൽ ഇട്ടു, പക്ഷെ ബാങ്കിൽ ഇനിയും ആ ചെക്ക് ക്ലിയർ ആയിട്ട് അത് ഡെപ്പോസിറ്റ് ക്രെഡിറ്റ് വന്നിട്ടില്ല. അപ്പൊ ഇപ്പൊ നമ്മളുടെ ക്യാഷ് ബുക്കിലെ ബാലൻസ് കൂടുതലാണ്, ബാങ്കിൽ കുറവാണ്. നമ്മൾ ബാങ്കുമായിട്ട് മാച്ച് ചെയ്യേണ്ടത്. അപ്പൊ ആ റെസീറ്റ് എൻട്രീനെ നമ്മളിപ്പോ റിവേഴ്സ് ചെയ്യണം. മൈനസ് റെസീറ്റ് വരുമ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കാണും, ക്യാഷ് ബാലൻസിൽ ഇൻക്രീസ് ചെയ്തു, ഇപ്പൊ നമ്മളത് മൈനസ് ചെയ്ത് ക്യാഷ് ബാലൻസിൽ റെഡ്യൂസ് ചെയ്തു. നാലാമത്തെ റെസീറ്റ് എൻട്രി ഇൻ ബാങ്ക്, നോട്ട് ഇൻ ക്യാഷ് ബുക്ക്. ഒരു റെസീറ്റ് എൻട്രി ബാങ്കിൽ ഓട്ടോമാറ്റിക് ആയി വന്നു, ഓട്ടോ ക്യാഷ് ഡെപ്പോസിറ്റ് ആയി, കസ്റ്റമർ ഡെപ്പോസിറ്റ് ചെയ്തു, നമ്മളുടെ അടുത്ത് ഇൻഫോം ചെയ്തില്ല. അപ്പൊ ഇപ്പോ നമ്മൾ ക്യാഷ് ബുക്കിൽ എൻട്രി ഇട്ടിട്ടില്ല, ക്യാഷ് ബുക്കിൽ എമൗണ്ട് കുറവ്, ബാങ്കിൽ കൂടുതലാണ്. നമ്മൾ ബാങ്കുമായിട്ട് മാച്ച് ചെയ്യേണ്ടത്. അപ്പൊ ആ ആക്ച്വൽ റെസീറ്റ് എൻട്രി ഇപ്പൊ നമ്മൾ പാസ് ചെയ്യണം. റെസീറ്റ് എൻട്രി നമ്മൾ ഇടുമ്പോൾ ക്യാഷ് ബാലൻസ് ഇൻക്രീസ് ആവും, സോ പ്ലസ്. അപ്പൊ നമുക്ക് ക്വസ്റ്റനിൽ വരുന്ന എല്ലാ അഡ്ജസ്റ്റ്മെന്റും ഈ 4 സെക്ഷനിലായിരിക്കും. ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു സെക്ഷനിൽ ഫിറ്റ് ആവും ആ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി. സോ നമ്മൾ അത് ഫിറ്റ് ആക്കി കഴിഞ്ഞാൽ പ്ലസ് ആണോ മൈനസ് ആണോ നോക്കി പ്ലസ് ഓർ മൈനസ് ചെയ്താൽ നമുക്ക് ബാലൻസ് ആസ് പെർ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാച്ച് ആവും. ഇപ്പൊ ഇതില് ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ, നമ്മുടെ ക്യാഷ് ബുക്കിൽ ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ ഈ സെക്ഷൻ അതേമാതിരി വെച്ച് നമ്മളുടെ ബാങ്ക് ബാലൻസിന് മുമ്പിൽ ഒരു മൈനസ് ഇട്ടാൽ മതി. ബാങ്ക് ബാലൻസ് മൈനസ് ആക്കി കഴിഞ്ഞ് ബാക്കിയുള്ളതെല്ലാം നമ്മൾ സെയിം പ്ലസ് ഓർ മൈനസ് ഇതേ 4 സെക്ഷൻസിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പോഴും ബാലൻസ് ആസ് പെർ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് മാച്ച് ആവും. I hope the video was useful for you, and do subscribe to my channel for more videos on various topics in CMA syllabus. Thank you.